എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. ഈ വാട്സപ്പിൽ കൂടി പലതരത്തിലുള്ള മെസ്സേജസ് നമുക്ക് വരും. അത് വീഡിയോസ് ആവാം, ഇമേജസ് ആവാം, ടെക്സ്റ്റ് മെസ്സേജസ് ആവാം. ഈ മെസ്സേജസ് അധികമാകുമ്പോൾ നമ്മുടെ മൊബൈലിലെ സ്റ്റോറേജ് കുറയും. അപ്പോൾ നമ്മുടെ മൊബൈൽ സ്ലോ ഒക്കെ ആവും. ചില സമയങ്ങളിൽ നമുക്ക് തോന്നാം നമുക്ക് നമ്മുടെ മെസ്സേജസൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസൊക്കെ ഒന്ന് ഒരു ഫോൾഡറിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന്. അതിനൊക്കെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ടൈംലി ക്ലീനർ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ മെസ്സേജസ്, ഇമേജ് മെസ്സേജസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഒരു ഷെഡ്യൂൾ ടൈം വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള വീഡിയോ മെസ്സേജസും ഇമേജ് മെസ്സേജസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിപ്പോൾ വീക്കിലി സെറ്റ് ചെയ്യണമെങ്കിൽ വീക്കിലി സെറ്റ് ചെയ്യാം, 14 ദിവസം കൂടുമ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 14 ദിവസം ഒന്ന് സെറ്റ് ചെയ്യാം, 30 ദിവസം വേണമെന്ന് വെച്ചാൽ 30 ദിവസം സെറ്റ് ചെയ്യാം. ഈ ഏത് ദിവസമാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് 2 ദിവസം മുമ്പ് തൊട്ട് ഒരു റിമൈൻഡർ വന്നുകൊണ്ടിരിക്കും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇതിലിപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഇമേജ് മെസ്സേജസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് കിട്ടാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന വീഡിയോ മെസ്സേജസ് കാണാൻ സാധിക്കുന്നു. ഓഡിയോസ് ഉണ്ടെങ്കിൽ ഓഡിയോസ്, വോയിസ് നോട്ട് ഉണ്ടെങ്കിൽ വോയിസ് നോട്ട്, ഗിഫ്, അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. പക്ഷേ എനിക്കിപ്പോൾ വീഡിയോസ് ഇമേജസ് മാത്രമേ ഉള്ളതുകൊണ്ട് അത് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്കിതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട, കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു റൈറ്റ് മാർക്ക് വരും, അത് അമർത്തി കഴിഞ്ഞാൽ അത് കീപ്പിലേക്ക് പോകുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഇമേജസിലും അങ്ങനെ തന്നെ. ഇപ്പോൾ കീപ്പിലേക്ക് പോകുന്നത് ലോങ് പ്രസ് ചെയ്യുക, റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കീപ്പിലേക്ക് പോകും. ഈ കീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ സ്റ്റോറായി കിടക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഡിലീറ്റ് ആവില്ല. അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ക്ലീനിങ് ചെയ്യേണ്ട ടൈം സെറ്റ് ചെയ്യാം. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ക്ലീൻ ചെയ്യണമെങ്കിൽ വീക്കിലി സെറ്റ് ചെയ്യാം, 14 ദിവസം കൂടുമ്പോൾ 14 ദിവസം കൂടെ സെറ്റ് ചെയ്യാം, 30 ദിവസം എന്നുണ്ടെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ആപ്പ് വഴി നമുക്ക് ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന ഡേറ്റിന് 2 ദിവസം മുമ്പ് നമുക്ക് ഒരു റിമൈൻഡർ വരും, ഇന്ന ദിവസം ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. ഇതൊരു നല്ലൊരു ആപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ആപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ്.